കെ സനോജ് DYFI നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സനോജ്, ഈ സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു കാരണം സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. ഇതൊന്നും സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോ ആളുകളോ അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം ഒരു കേസിൽ പിടികൂടുന്നു, അതുമായി ബന്ധപ്പെട്ട് ആ സമയത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടാണ്. അപ്പൊ അത് സംബന്ധിച്ചുള്ള സർക്കാരിന്റെ കൃത്യമായ നിലപാട് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ മുഖ്യമന്ത്രി അതിനകത്ത് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനടിസ്ഥാനപ്പെടുത്തി സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട്. വേദന ഉയർത്തുന്ന രാഷ്ട്രീയത്തെ നമുക്ക് റദ്ദ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനകീയ യുദ്ധം സംസ്ഥാനത്തുടനീളം നടക്കുന്നു. അപ്പൊ അതിന്റെ ഭവിഷ്യത്തുകൾ സംബന്ധിച്ച് എല്ലാവർക്കും ഏതാണ്ട് ബോധ്യം വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു യുദ്ധമുഖത്ത് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള റെയ്ഡുകളും നടക്കും. അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ ആര് പങ്കെടുത്താലും അതിനോടൊന്നും അത്തരം നിലപാടുകളോടൊന്നും അത്തരം നടപടികളോടൊന്നും ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും ഉണ്ടാവുകയില്ല. പക്ഷെ അതേ സമയത്ത് ഈ ഉലിനഖവുമൊക്കെ ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോ അതിനകത്തും കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോ സർക്കാർ പിന്നോട്ട് പോയെന്ന പ്രശ്നമല്ല, ഇത് പൊതുസമൂഹത്തിൽ ആകെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടിന്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്.